നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തനിക്ക് പറയാനുള്ളതെല്ലാം പറയാനൊരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണെങ്കിൽ സധൈര്യം മുന്നോട്ട് വന്ന് പറയാം എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ. അതായത് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്താൽ അദ്ദേഹം എല്ലാ രീതിയിലും പ്രതിപക്ഷ ധർമ്മം അതിനാക്കം കൂട്ടുന്ന വിധത്തിൽ കേന്ദ്ര മന്ത്രിസഭയുടെ കള്ളക്കളിയും അവർ ഈ രാജ്യത്തെ ഭരണഘടനയെ അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കവും ഒപ്പം കോടതികളെ അവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങളും വെട്ടിത്തുറന്ന് പറയാം എന്നുള്ള രീതിയിലേക്കാണ് റിപ്പോർട്ടുകൾ പല രീതിയിൽ പുറത്തു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഗോദി മീഡിയകളിൽ മുന്തിയ രീതിയിൽ ചാനൽ ചർച്ചകളിലൊക്കെ സുപ്രീം കോടതിയെ വരെ പ്രഹരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ള വ്യക്തിയാണ് അർണബ് ഗോസ്വാമി. പൊടുന്നനെ അദ്ദേഹം BJP വിരുദ്ധരാകുന്ന രീതിയിൽ അദ്ദേഹം ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. മൈനിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം പരിസ്ഥിതിവാദിയായി മാറുന്നു. അനധികൃത ഖനനത്തിന് BJP സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകുന്നതിനെതിരെയുള്ള നീക്കങ്ങൾ, BJP സർക്കാർ പരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ശക്തമായി അവരെ കൊള്ളിച്ച് പറയുന്നു. വളരെ വ്യക്തമാണ്, ഈ രാജ്യത്ത് ഗോദി മീഡിയകളിൽ പോലും മാറ്റം ഉണ്ടായിരിക്കുന്നു. അതായത് ഈ രാജ്യം കഴിഞ്ഞ 12 കൊല്ലമായി NDA അഥവാ BJP ഭരിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തുണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയുണ്ട്. ആ യാഥാർത്ഥ്യം ഗോദി മീഡിയകളും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരെല്ലാം അടങ്ങുന്ന ഈ സിസ്റ്റം ഫെയിലിയറിലേക്ക് പോവുകയാണ്, തകരാറിലേക്ക് പോവുകയാണ്. 2 ലക്ഷം കോടിയാണ് ജനങ്ങളുടെ മേലുള്ള പൊതുക്കടം. എങ്ങനെയാണ് BJP അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്നതും വികസിപ്പിക്കുന്നതുമെന്ന് കൃത്യമായി രേഖാമൂലം ജനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മറുപടി കൊടുത്തതാണ്. റിസർവ് ബാങ്ക് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങളെ വിലയിരുത്തി പറഞ്ഞതാണ്. മുൻ റിസർവ് ബാങ്ക് ഗവർണർമാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിൽ പെരുകി വരുന്ന പൊതുകടത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ഇന്ത്യയിലെ തന്നെ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രി നിതിൻ ഗഡ്കരി സൂചന നൽകിയതാണ്. നിർമ്മല സീതാരാമനും കോർപ്പറേറ്റ് അഫയേഴ്സിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ചില നീക്കങ്ങൾ, അതിനെക്കുറിച്ചും റിസർവ് ബാങ്ക് വളരെ വാചാലമായതാണ്. നമുക്കറിയാം, സെബി എന്ന ധനകാര്യ സ്ഥാപനത്തെ വളരെ അധികം തകർക്കാൻ ശ്രമിച്ച നീക്കങ്ങൾ മാധവി പുരീബുച്ച് നടത്തിയതിനെ കേന്ദ്ര സർക്കാർ എങ്ങനെയൊക്കെ സംരക്ഷിച്ചു എന്നുള്ളത് അടിസ്ഥാനപരമായി ഉള്ളതാണ്. അതിനെ എത്രയൊക്കെ തേച്ചാലും മാച്ചാലും അതൊന്നും കളയാൻ കഴിയില്ല, അതിങ്ങനെ മുഴച്ചു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ, ഇന്ത്യൻ ധനകാര്യത്തെ കശാപ്പ് ചെയ്ത NDAയുടെ കഴിഞ്ഞ 12 കൊല്ലത്തെ ഭരണം. നരേന്ദ്രമോദി ഇനി ഭരിക്കുമ്പോൾ ഇന്ത്യ വീണ്ടും വീണ്ടും സാമ്പത്തികപരമായി തകർച്ചയിലേക്ക് തന്നെ പോകും.